സെക്കൻഡ് മൊഡ്യൂളിലെ സെക്കൻഡ് ചാപ്റ്ററിലെ അതായത് ടൈം സീരീസ് അനാലിസിൽ അടുത്ത സെക്ഷനാണ് മെത്തേഡ്സ് ഓഫ് ലീസ്റ്റ് സ്ക്വയേഴ്സ്. മെത്തേഡ്സ് ഓഫ് ലീസ്റ്റ് സ്ക്വയേഴ്സ് നമുക്ക് 3 രീതിയിലുണ്ട്. ഒന്നാമത്തെ ലീനിയർ, അതുപോലെ തന്നെ രണ്ടാമത്തെ ക്വാഡ്രാറ്റിക്, മൂന്നാമത്തെ എക്സ്പോണൻഷ്യൽ. അപ്പോൾ നമുക്ക് ആദ്യം ലീനിയർ സ്ട്രേറ്റ് ലൈൻ ട്രെൻഡ് ബൈ ദി മെത്തേഡ് ഓഫ് ലീസ്റ്റ് സ്ക്വയേഴ്സ് എന്ന് വെച്ചാൽ ലീനിയർ സ്ട്രേറ്റ് ലൈൻ മെത്തേഡ് നമുക്ക് നോക്കി നോക്കാം എങ്ങനെയാണ്. അപ്പോൾ ഈ മെത്തേഡിൽ നമുക്ക് നമ്മുടെ ട്രെൻഡ് ലൈൻ ട്രെൻഡ് ഇക്വേഷൻ എന്ന് പറയുന്നത് എന്താ, y = a + bx ആണ്. ഓക്കെ, y = a + bx ആണ് നമ്മുടെ ട്രെൻഡ് ഇക്വേഷൻ. ഇവിടെ നമുക്ക് here denote the values and x denote the points of time and the constant a and b are obtained by solving the normal equations. അപ്പോൾ നമുക്ക് ഇക്വേഷൻ്റെ y = a + bx എയും ബിയും കണ്ടുപിടിക്കാൻ നമുക്ക് എന്ത് ചെയ്യണം, ഈ താഴെയുള്ള 2 ഇക്വേഷൻസ് നമുക്ക് സോൾവ് ചെയ്യണം. ഒന്നാമത്തെ ഇക്വേഷൻ എന്തായാലും നോർമൽ ഇക്വേഷൻസ് na + b σ x = σ y. രണ്ടാമത്തെ ഇക്വേഷൻ പറയുന്നത് a σ x + b σ x² = σ xy. നമ്മുടെ ലീസ്റ്റ് സ്ക്വയറിൽ നമ്മുടെ സ്ട്രേറ്റ് ലൈൻ മെത്തേഡിൽ ഒന്നാമത്തെ അതിൻ്റെ നമ്മുടെ ട്രെൻഡ് ഇക്വേഷൻ എന്ന് പറയുന്നത് y = a + bx ആണ്. അതിൽ എയും ബിയും സോൾവ് ചെയ്യണം. നമുക്ക് എന്ത് വേണം, ഈ 2 നോർമൽ ഇക്വേഷൻസ് നമ്മൾ സോൾവ് ചെയ്യണം. ഒന്നാമത്തെ നോർമൽ ഇക്വേഷൻ പറയുന്നത് na + b σ x = σ y. രണ്ടാമത്തെ ഇക്വേഷൻ പറയുന്നത് a σ x + b σ x² = σ xy. ഓക്കെ, നമ്മുടെ y എന്ന് പറയുന്നത് എന്താ, y denotes ഒബ്സർവ്ഡ് വാല്യൂസ് ആൻഡ് n denotes നമ്പർ ഓഫ് ഒബ്സർവേഷൻ. y എന്ന് പറയുന്നത് നമ്മുടെ ഒബ്സർവ്ഡ് വാല്യൂസും അതുപോലെ n എന്ന് പറയുന്നത് ടോട്ടൽ നമ്പർ ഓഫ് ഒബ്സർവേഷൻസ് ആണ്. ഹിയർ x is chosen such as σ x = 0. നമുക്കിവിടെ x എങ്ങനെ എടുക്കുക, x എന്ന് പറയുന്നത് നമ്മളെപ്പോഴും σ x = 0 ആയിട്ട് എടുക്കുക. എക്സിൻ്റെ സിഗ്മ എന്ന് പറയുന്നത് എപ്പോഴും 0 ആയിരിക്കും. ഇവിടെ നമുക്ക് അപ്പോൾ y എങ്ങനെയാണ് പിടിക്കുക, ഇവിടെ y = σ y/n. ഇനി b എങ്ങനെയാണ് പിടിക്കുക, σ xy / σ x². അതാണ് നമ്മുടെ y-യും b-യും കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻസ്. By substituting the values of x in the trend equation, the corresponding trend values can be obtained. നമുക്കിപ്പോൾ ട്രെൻഡ് വാല്യൂ കണ്ടുപിടിക്കാൻ എന്താ ചെയ്യുക, നമ്മുടെ ട്രെൻഡ് ഇക്വേഷനിൽ നമ്മുടെ എക്സിൻ്റെ വാല്യൂസ് നമ്മൾ കൊടുക്കും. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും, നമ്മുടെ ട്രെൻഡ് ഇക്വേഷൻ നമുക്ക് കിട്ടും. ഓക്കെ, ട്രെൻഡ് വാല്യൂസ് നമുക്ക് കിട്ടും. നമുക്ക് അടുത്തൊരു എക്സാമ്പിൾ നോക്കി നോക്കാം. നോക്കുക, ദ ഫോളോയിങ് ആർ ദ ഫിഗേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ ഇൻ 1000 ക്വിൻറ്റൽസ് ഫോർ ഷുഗർ ഫാക്ടറിയിലത്തെ പ്രൊഡക്ഷൻ കൊടുത്തിരിക്കുന്നത് ഇയർ 1992 തൊട്ടിട്ട് 2004 വരെ കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ പ്രൊഡക്ഷൻ കൊടുത്തിട്ടുണ്ട്. ഫസ്റ്റ് എന്ന് ചോദിച്ചിരിക്കുന്നത് ഫിറ്റ് സ്ട്രേറ്റ് ലൈൻ ട്രെൻഡ് ടു ദ ഡാറ്റ. നമുക്കൊരു സ്ട്രേറ്റ് ലൈൻ ട്രെൻഡ് ഇക്വേഷൻ ഡാറ്റയുടെ ഉണ്ടാക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ഗ്രാഫ് ദ ഒബ്സർവ്ഡ് വാല്യൂസ് ആൻഡ് ട്രെൻഡ് വാല്യൂസ്. അതിൻ്റെ ഗ്രാഫ് വരയ്ക്കാൻ പറഞ്ഞിട്ടുണ്ട്. എസ്റ്റിമേറ്റ് ദ പ്രൊഡക്ഷൻ ഇൻ ദ ഇയർ 2006. 2006 അതിൻ്റെ പ്രൊഡക്ഷൻ എന്തായിരിക്കുമെന്ന് ചോദിച്ചിട്ടുണ്ട്. നമുക്ക് ഈ മൂന്നാമത്തെ ഉത്തരം നമുക്ക് ചെയ്ത് നോക്കാം. നമുക്ക് ഇക്വേഷൻ പറയുമ്പോൾ നമ്മുടെ ട്രെൻഡ് ഇക്വേഷൻ പറയുന്നത് y = a + bx ആണ്. നമ്മൾ എന്തെടുത്ത് y = a + bx എഴുതി. നമുക്ക് എന്താ എക്സ് σ x എന്ന് പറയുന്നത് എപ്പോഴും 0 ആയിട്ട് എടുക്കുക. നമ്മൾ നേരത്തെ നമ്മുടെ കണ്ടീഷൻസിൽ പറഞ്ഞു. അപ്പോൾ σ x = 0 ആയിട്ട് എടുക്കുക. അപ്പോൾ നമ്മുടെ നമുക്ക് എന്താ, നമുക്ക് ടോട്ടൽ n എന്ന് പറയുന്നത്, നമ്മുടെ ടോട്ടൽ ഇയർ എന്ന് പറയുന്നത് 7 ആണ്. n = 7. അപ്പോൾ n = 7 എന്ന് പറയുമ്പോൾ തന്നെ അതൊരു ഓഡ് നമ്പറാണ്. അപ്പോൾ എന്ത് ചെയ്യുക, നമ്മുടെ ആ ഓഡ് നമ്പറിൻ്റെ മിഡിൽ പോയിൻറ്റിന് നമ്മൾ 0 എന്ന് കൊടുക്കുക എക്സിൻ്റെ വാല്യൂ. എന്നിട്ട് ആ മിഡിൽ പോയിൻറ്റ് 0 എന്നുള്ള എക്സ് വാല്യൂ കൊടുത്തിട്ട് അതിൻ്റെ മുകളിലേക്ക് നമ്മൾ മൈനസും താഴേക്ക് പ്ലസും മാർക്ക് ചെയ്യാം എക്സ് വാല്യൂസ്. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും, നമുക്ക് അതിന് ടോട്ടൽ എടുക്കുമ്പോൾ മൈനസും പ്ലസും ആയിട്ട് നമുക്ക് 0 ആയിട്ട് ടോട്ടൽ വരും. ഓക്കെ, അപ്പോൾ നോക്കി നോക്കുക. ആദ്യത്തെ പോർഷൻ നമ്മൾ എക്സ് ഇയർ എഴുതി വെച്ചു. രണ്ടാമത്തേന് നമ്മൾ നമ്മുടെ പ്രൊഡക്ഷൻ എഴുതി വെച്ചു. രണ്ടാമത്തിൽ എക്സ് മാർക്ക് ചെയ്യാം കേട്ടോ. എക്സ് മാർക്ക് ചെയ്യുമ്പോൾ എന്താ, ആദ്യത്തെ നമ്മൾ -3 -2 -1 എന്ന് വെച്ചാൽ നമ്മുടെ സെൻറ്റർ പോയിന്റ് പറയുന്നത് 97 ആണ് അല്ലേ. അപ്പോൾ അത് നമുക്ക് 0 കൊടുത്തു. 0ൻ്റെ മുകളിലായിട്ടുള്ള നമ്മൾ എക്സ് വാല്യൂസ് മൈനസ് വാല്യൂ കൊടുത്തു. അപ്പോൾ -3 -2 -1 കൊടുത്തു. അതിൻ്റെ ഇടയ്ക്ക് 0 വരും, അതിൻ്റെ 1 വരും, 2 വരും, 3 വരും. ഓക്കെ, ഇനി നമുക്ക് x² കണ്ടുപിടിക്കുക. അതുപോലെ തന്നെ x² എന്ന് പറയുമ്പോൾ നമ്മൾ എക്സിൻ്റെ സ്ക്വയർ ചെയ്യുക. ഇനി x² എന്ന് പറയുമ്പോൾ x × y ചെയ്യുക. അപ്പോൾ -3 × 77 -231, അതുപോലെ -2 × 81 -162 അങ്ങനെ ചെയ്യാം. ഓക്കെ, നമ്മൾ ട്രെൻഡ് വാല്യൂസ് കണ്ടുപിടിക്കുക. ചെയ്തു, നമ്മൾ ഫസ്റ്റ് ഇയർ മാർക്ക് ചെയ്തു, നമ്മുടെ പ്രൊഡക്ഷൻ മാർക്ക് ചെയ്തു. നമ്മൾ എന്നിട്ട് എക്സ് കണ്ടുപിടിച്ചു. എക്സ് കണ്ടുപിടിച്ചാൽ എങ്ങനെയാണ്, നമ്മുടെ മിഡിൽ പോയിൻ്റ് ആയിട്ടുള്ള 97 നമ്മൾ 7 നമ്പേഴ്സ് ടോട്ടൽ ഉണ്ട്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു, മിഡിൽ പോയിൻറ്റ് 0 കൊടുത്തിട്ട് മുകളിലേക്കുള്ളത് മൈനസും താഴേക്കുള്ളത് പോസിറ്റീവും മാർക്ക് ചെയ്തു. ഓക്കെ, എക്സ് തന്നെ വന്നു -3 -2 1 -1 അതുപോലെ തന്നെ 0 1 2 3 എന്ന് വന്നു. ഓക്കെ, നമ്മളതിൻ്റെ x² ചെയ്തു. പിന്നെ നമ്മൾ എന്താ ചെയ്ത്, x × y ചെയ്തു. എന്നിട്ട് x² സിഗ്മയും കണ്ടുപിടിച്ചു. അതുപോലെ തന്നെ x × y സിഗ്മയും കണ്ടുപിടിച്ചു. അപ്പോൾ x² സിഗ്മ ഏതാ 28 ആണ്. xy സിഗ്മ പറയുന്നത് 101 ആണ്. ഓക്കെ, നമുക്കിവിടെ നോക്കുക, നമ്മുടെ എക്സ് നമ്മൾ എടുത്തപ്പോൾ അതിന് എന്താ പറഞ്ഞത്, σ x = 0 എന്ന് പറഞ്ഞു. നമ്മൾ എക്സിൻ്റെ വാല്യൂ നമുക്ക് കൂട്ടി നമുക്ക് എന്ത് കിട്ടും, 0 കിട്ടും. ഓക്കെ,
നമുക്ക് ഈ എന്താണ് കണ്ടുപിടിക്കേണ്ടത്? എയും കണ്ടുപിടിക്കണം, അതുപോലെ ബിയും കണ്ടുപിടിക്കണം. അപ്പോൾ എ കണ്ടുപിടിക്കുന്ന ഇക്വേഷൻ എന്താ? സിഗ്മ y/n. അപ്പോൾ സിഗ്മ y നമുക്ക് ഇത്ര കിട്ടി, നമുക്ക് ഇത്ര 628 നമ്മുടെ സിഗ്മ y. അതായത് നമ്മുടെ ടോട്ടൽ പ്രൊഡക്ഷൻ എന്ന് പറഞ്ഞാൽ 628 ഡിവൈഡ് ബൈ n എന്ന് പറയുന്നത് 7 ആണ്. അപ്പോൾ എന്നിട്ട് 89.7 കിട്ടി എ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇനി ബി എത്ര നോക്കാം? ബി ഈക്വൽ ടു സിഗ്മ എക്സ് വൈ ഡിവൈഡ് ബൈ സിഗ്മ എക്സ് സ്ക്വയർ. നമുക്കപ്പോൾ സിഗ്മ എക്സ് വൈ എന്താ നമുക്ക് കിട്ടിയിട്ടുണ്ട്? സിഗ്മ എക്സ് വൈ എന്ന് പറഞ്ഞാൽ 101 അല്ലേ? അപ്പോൾ 101 ഡിവൈഡ് ബൈ 28 എക്സ് സ്ക്വയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 28 ആണ്. 101 ഡിവൈഡ് ബൈ 28 ഇതിൽ 3.61 നമുക്ക് കിട്ടി. അപ്പോൾ നമുക്ക് എയും കിട്ടി, ബിയും കിട്ടി. അപ്പോൾ ഈ എയും ബിയും നമ്മുടെ നേരിട്ട് എന്ത് ചെയ്യുക? നമ്മുടെ ട്രെൻഡ് ഇക്വേഷനിലേക്ക് നമ്മൾ നേരെ സബ്സ്റ്റിറ്റ്യൂട്ട് കൊടുക്കുക. ട്രെൻഡ് ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ എ പ്ലസ് ബി എക്സ് അല്ലേ? അപ്പോൾ ഇവിടെ ട്രെൻഡ് ഇക്വേഷൻ നമ്മൾ എയുടെ അവിടെ എന്ത് കൊടുത്തു? 89.7 കൊടുത്തു. പ്ലസ് ബിയുടെ അവിടെ എന്ത് കൊടുത്തു? 33.6 കൊടുത്തു. അപ്പോൾ അപ്പുറത്തെ എക്സ് കൊടുത്തു. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? ട്രെൻഡ് ഇക്വേഷൻ കിട്ടി. 89.7 പ്ലസ് 3.61 എക്സ്. നമുക്ക് ട്രെൻഡ് വാല്യൂ കണ്ടുപിടിക്കാൻ എന്ത് ചെയ്യണം? ട്രെൻഡ് വാല്യൂ കണ്ടുപിടിക്കാൻ നമ്മുടെ ഈ ഇക്വേഷനിലേക്ക് ഇപ്പോൾ 89.7 പ്ലസ് 3.61 എക്സ് കൊടുത്തിട്ടില്ലേ? അതിലേക്ക് നമ്മുടെ എക്സിൻ്റെ വാല്യൂസ് നമ്മൾ ഓരോന്നായിട്ട് എക്സിൻ്റെ വാല്യൂസ് കൊടുക്കുക. ആദ്യത്തെ നമ്മൾ -3 കൊടുക്കുക, പിന്നെ -2 കൊടുക്കുക, -1 കൊടുക്കുക, 0 കൊടുക്കുക, 1 കൊടുക്കുക, 2 കൊടുക്കുക, 3 കൊടുക്കുക. അപ്പോൾ നമുക്ക് ഓരോ ഇയറിലെയും നമുക്ക് ട്രെൻഡ് വാല്യൂ കിട്ടും. അപ്പോൾ നമ്മുടെ ആദ്യത്തെ ഇയറിൽ എക്സിൻ്റെ ഫസ്റ്റ് ഇയറിൽ എക്സിൻ്റെ വാല്യൂ -3 ആണ്. -3 കൊടുത്തു, നമുക്ക് എന്ത് കിട്ടി? 78.87 കിട്ടി. രണ്ടാമത്തെ ഇയറിൽ -2 കൊടുത്തു, എക്സ് -2 കൊടുത്തു, 82.48 കിട്ടി. മൂന്നാമത്തെ ഇയറിൽ -1 കൊടുത്തു, നമ്മുടെ ട്രെൻഡ് വാല്യൂ എന്ന് പറയുന്നത് 86.09 കിട്ടി. അങ്ങനെ ഓരോ ഇയറിലെയും. അതുപോലെ തന്നെ അടുത്ത ഇയറിൽ 0 കൊടുക്കുക, നെക്സ്റ്റ് ഇയറിൽ 1 കൊടുക്കുക, 2 കൊടുക്കുക, 3 കൊടുക്കുക. അപ്പോൾ നമുക്ക് ഓരോ ഇയറിലെയും ട്രെൻഡ് വാല്യൂസ് കിട്ടും. ഇനി നമുക്ക് അതിൻ്റെ ഗ്രാഫ് വരയ്ക്കാൻ പറഞ്ഞിട്ടുണ്ട്. ഗ്രാഫ് വരയ്ക്കാൻ പറയുമ്പോൾ എന്ത് ചെയ്യാം? നമുക്ക് എക്സ് വൈ എക്സസ് വരയ്ക്കുക. വൈ എക്സ് ആക്സിൽ ഇയറും എക്സ് ആക്സിൽ പ്രൊഡക്ഷനും കൊടുക്കാം. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുക? ആദ്യത്തെ പോയിന്റ് മാർക്ക് ചെയ്യാം. നമ്മൾ 2006 നമ്മൾ എന്ത് ചെയ്യുക? പ്രൊഡക്ഷൻ ഫസ്റ്റ് മാർക്ക് ചെയ്യാം. പ്രൊഡക്ഷൻ ഫസ്റ്റ് മാർക്ക് ചെയ്തിട്ട് നമ്മൾ ആദ്യത്തെ മാർക്ക് ചെയ്യണ പോയിന്റ് ഫോഴ്സ് ബേസ് ലൈൻ വരച്ചിട്ട് പിന്നെ നമ്മൾ നമ്മുടെ അടുത്ത പോയിന്റ് മാർക്ക് ചെയ്യാം. അപ്പോൾ നമ്മൾ ഫസ്റ്റത്തെ 2001 പോയിന്റ് മാർക്ക് ചെയ്തു, അതായത് ഫോഴ്സ് ബേസ് ലൈൻ വരച്ചു. പിന്നെ നമ്മുടെ പ്രൊഡക്ഷൻ വെച്ചിട്ട് നമ്മൾ നമ്മുടെ സാധാരണ ഹിസ്റ്റോഗ്രാം വരച്ചു. ഓക്കെ, പ്രൊഡക്ഷൻ ഇയറും പ്രൊഡക്ഷനും വെച്ചിട്ട് നമ്മൾ ഹിസ്റ്റോഗ്രാം വരച്ചു. സാധാരണ മുമ്പ് പറഞ്ഞ പോലെ ടൈം സീരീസ് ആയിട്ട് വെച്ചിട്ട് ഗ്രാഫ് വരുന്ന പോലെ നമുക്ക് ഹിസ്റ്റോഗ്രാം നമ്മൾ വരച്ചു. ഇനി നമുക്ക് പുതിയ കണ്ടുപിടിച്ച ട്രെൻഡ് വാല്യൂസ് ഇല്ലേ? നമുക്ക് ഇനി ട്രെൻഡ് വാല്യൂസ് നോട്ട് ചെയ്തിട്ട് വേണം എന്ത് കണ്ടുപിടിക്കണമെങ്കിൽ? ട്രെൻഡ് ലൈൻ വരയ്ക്കണമെങ്കിൽ. അപ്പോൾ നമുക്ക് ഓരോ ഇയറിലെയും ട്രെൻഡ് വാല്യൂസ് ആ ഇയറിൽ മാർക്ക് ചെയ്യുക, എന്നിട്ട് അത് ജോയിൻ ചെയ്തിട്ട് ട്രെൻഡ് ലൈൻ വരയ്ക്കാം. ഓക്കെ, അങ്ങനെയാണ് നമ്മൾ ട്രെൻഡ് ലൈൻ വരയ്ക്കുക. അപ്പോൾ 2000 എക്സിൻ്റെ വാല്യൂ -3 ഉള്ള ഇയറിൽ നമ്മൾ എന്ത് കൊടുക്കുക? 78.87 മാർക്ക് ചെയ്യുക. ആ ഇയറിൽ 1992-ൽ 94-ൽ എന്ത് ചെയ്യുക? 82.48 മാർക്ക് ചെയ്യുക. 96-ൽ 86.09 മാർക്ക് ചെയ്യാൻ ഓരോ ഇയറിലെയും അതേതായ ട്രെൻഡ് വാല്യൂസ് മാർക്ക് ചെയ്യാം. നമുക്ക് എന്നിട്ട് ആ പോയിന്റ് ജോയിൻ ചെയ്യുമ്പോൾ നമുക്ക് ഇത് കിട്ടും, ട്രെൻഡ് ലൈൻ കിട്ടും. ഓക്കെ, നമുക്ക് എന്താ കണ്ടുപിടിക്കാൻ വന്നിട്ട് വാല്യൂസ് ഓഫ് എക്സ് റെസ്പോണ്ട് ടു ദ ഇയർ. നമുക്ക് 2006 വാല്യൂ എന്താ ചോദിച്ചിരിക്കുന്നത്? 2006 നമ്മുടെ പ്രൊഡക്ഷൻ്റെ വാല്യൂ എന്ന് പറയുന്നത്, കാരണം എക്സിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് എപ്പോഴും 4 ആയിരിക്കും. കാരണം എന്താ? നമുക്ക് 2004 എന്താ വന്നിരിക്കുന്നത്? എക്സിൻ്റെ വാല്യൂ 2004 3ആണ്. 2004-ലും 3-ഉം അതുപോലെ 2002-ൽ 2-ആണ്. ഓക്കെ, അപ്പോൾ 2006 എന്തായിരിക്കും? 4 ആയിരിക്കും എക്സിൻ്റെ വാല്യൂ. അപ്പോൾ നമ്മൾ 2004 എക്സിൻ്റെ വാല്യൂ 4 ആയിരിക്കുന്നതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുക? നമ്മുടെ ട്രെൻഡ് ഇക്വേഷനിലേക്ക് നമ്മൾ എക്സിൻ്റെ വാല്യൂ 4 കൊടുക്കാം. y = 89.7 പ്ലസ് 3.61 × 4 കൊടുക്കുക. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? 104.14 എന്ന് കിട്ടും. നമുക്ക് 2006-ലെ പ്രൊഡക്ഷൻ നമുക്ക് കിട്ടും. ഓക്കെ, നമ്മുടെ സ്ക്വയർസിൻ്റെ അടുത്ത സെക്ഷനാണ്. എന്നിട്ട് ഫിറ്റിംഗ് എ പരാബോള ഓർ ക്വാഡ്രാറ്റിക് ഫോം. അപ്പോൾ ഇതിലെങ്ങനെ നമ്മുടെ ട്രെൻഡ് ഇക്വേഷൻ വരുന്നത്? ഈ സെക്ഷനിൽ ട്രെൻഡ് ഇക്വേഷൻ വരുന്നത് എന്താ? y = a + bx + cx സ്ക്വയർ ആണ്. ഇതാണ് നമ്മുടെ ട്രെൻഡ് ഇക്വേഷൻ അല്ലേ? നമ്മളിൽ എയും ബിയും എക്സും നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യുന്നത് വേണം. നമുക്ക് കുറച്ച് നോർമൽ ഇക്വേഷൻസ് നമ്മൾ സോൾവ് ചെയ്യണം. നമ്മുടെ ട്രെൻഡ് ഇക്വേഷൻ പറയുന്നത് y = a + bx + cx സ്ക്വയർ. നമുക്ക് എയും ബിയും സിയും കണ്ടുപിടിക്കണം. എന്ത് ചെയ്യണം? നമ്മൾ 3 നോർമൽ ഇക്വേഷൻ സോൾവ് ചെയ്യണം. അല്ല, ഒന്നാമത്തെ ഇക്വേഷൻ എന്താ? na + b σx + c σx² = σy. ഇനി അടുത്തത് a σx plus b σx² plus c σx³ = σxy. അടുത്ത് a σx² plus b σx³ plus c σx4 = σx²y. ഇതാണ് നമ്മുടെ 3 നോർമൽ ഇക്വേഷൻസ്. ഇവിടെ നമ്മൾ എന്ത് ചെയ്യണം? നമ്മുടെ എക്സിൻ്റെ വാല്യൂ എന്ന് പറയുന്നത്, ടോട്ടൽ വാല്യൂ എന്ന് പറയുന്നത് എന്താക്കണം? 0 ആയിട്ട് നമ്മൾ എടുക്കണം. ഓക്കെ, അപ്പോൾ നമ്മൾ ആദ്യത്തെ എടുക്കുക. നമ്മളപ്പോൾ ഇവിടെ ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്. ഫിറ്റ് ക്വാഡ്രാറ്റിക് ട്രെൻഡ് ഫോർ ദ ഫോളോയിങ് ടൈം സീരീസ് ആയിട്ട് എസ്റ്റിമേറ്റ് ദ പോപ്പുലേഷൻ ഫോർ ദ ഇയർ 2001.
ഇപ്പോൾ ഇയർ കൊടുത്തിട്ട് 1951 തൊട്ടിട്ട് 1961 വരെ 91 വരെ പോപ്പുലേഷൻ കൊടുത്തിട്ടുണ്ട്. നമ്മൾ എന്ത് ചെയ്യുക, അവിടെ എന്ന് പറയുന്നത് 5 ആണ്. അപ്പോൾ ഒരു ഓഡ് നമ്പറാണ്. അപ്പോൾ നമ്മൾ സെൻറ്റർ പോയിന്റ് 0 കൊടുക്കുക. എന്നിട്ട് താഴേക്കും മുകളിലേക്ക് നമ്മൾ -5 +1 ആഡ് ചെയ്ത് കൊടുക്കുക. നമ്മളപ്പോൾ ഇയർ മാർക്ക് ചെയ്യുക. 1951 തൊട്ടിട്ട് 91 വരെ മാർക്ക് ചെയ്തു. വൈന്ന് നമ്മുടെ പ്രൊഡക്ഷൻ നമ്മൾ മാർക്ക് ചെയ്തു. നമ്മൾ എക്സ് മാർക്ക് ചെയ്യുമ്പോൾ നേരത്തെ പറഞ്ഞു 5 ആണ് n. അപ്പോൾ നമ്മൾ അവിടെ നമ്പറാണ്. അപ്പോൾ സെൻറ്റർ പോയിന്റ് 0 കൊടുത്തിട്ട് മുകളിലേക്കും താഴേക്കുള്ളത് പ്ലസും കൊടുക്കുക. മുകളിലേക്ക് മൈനസ് കൊടുക്കുക. അപ്പോൾ -2 -1 കൊടുത്തു. 0ൻ്റെ താഴേക്ക് 1ഉം 2ഉം കൊടുത്തു. അപ്പോൾ നമുക്ക് ടോട്ടൽ എടുക്കുമ്പോൾ എന്ത് വരും? -2 -2 + -1 + 0 + 1 + 2 എന്ന് പറയുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? 0 ആയിരിക്കും സിഗ്മ എക്സ് വരിക. അതുകൊണ്ട് ഒന്നാമത്തെ എസ്റ്റിമേഷൻ ഫോർ സിഗ്മ എക്സ് = 0 നമ്മൾ സാറ്റിസ്ഫൈ ചെയ്തൂടെ. ഓക്കെ, അപ്പോൾ എക്സ് കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്താ വേണ്ടത്? ഇവിടെ ഈ 3 y = a + bx + cx² ആണ് നമ്മുടെ ട്രെൻഡ് ഇക്വേഷൻ. നമുക്കതിലത് എയും ബിയും സി കണ്ടുപിടിക്കണം. എന്ത് വേണം? 3 ഇക്വേഷൻസ് ഉണ്ട് അല്ലേ? ഈ ഇക്വേഷനിൽ നമുക്ക് എന്തൊക്കെ കണ്ടുപിടിക്കണം? x² കണ്ടുപിടിക്കണം, x³ കണ്ടുപിടിക്കണം, അതുപോലെ x⁴ കണ്ടുപിടിക്കണം, പിന്നെ xy കണ്ടുപിടിക്കണം, പിന്നെ എന്താണ് കണ്ടുപിടിക്കേണ്ടത്? x² × y കണ്ടുപിടിക്കണം അല്ലേ? ഇതൊക്കെയാണ് നമുക്കിവിടെ കണ്ടുപിടിക്കേണ്ട കാര്യങ്ങൾ. അപ്പോൾ എന്ത് ചെയ്യാൻ പോലെ തന്നെ കണ്ടുപിടിക്കാം. അപ്പോൾ x² കണ്ടുപിടിച്ചു ഓരോന്നിൻ്റെയും. x³ കണ്ടുപിടിച്ചു. അതുപോലെ തന്നെ x²ൻ്റെ സിഗ്മ വരുന്നത് 10 ആണ്. x³ സിഗ്മ വരുന്നത് 0 ആണ്. x⁴ സിഗ്മ വരുന്നത് 34 ആണ്. x × y, അപ്പോൾ x × y എന്ന് പറയുമ്പോൾ 36 × -2 പറയുമ്പോൾ -72. അങ്ങനെ നമ്മൾ ഓരോ ഇയറിൻ്റെയും കാണാം. അപ്പോൾ അതിൻ്റെ സിഗ്മ വരുന്നത് എത്രയാണ്? 120 ആണ്. x² × y, x² എന്ന് പറയുമ്പോൾ എന്താ? 4 × x² എന്ന് പറയുന്നത് 1951 വെച്ചെടുക്കുമ്പോൾ 4 × 36 144. അതുപോലെ തന്നെ 1 × 44 44, 0 × 55 55, ആൻഡ് 1 × 68 68, 4 × 84 336. അത് നമുക്ക് x² × y നമുക്ക് കിട്ടി. അതിൻ്റെ സിഗ്മ എത്രയാണ്? 592 ആണ്. ഓക്കെ അല്ലേ? അപ്പോൾ നമുക്ക് ഈ 3 ഇക്വേഷൻ നമ്മൾ കിട്ടിയതൊക്കെ നമ്മൾ നേരെ സബ്സ്റ്റിറ്റ്യൂട്ട് കൊടുക്കാം. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? നമ്മുടെ 3 ഇക്വേഷൻസ് വെച്ചിട്ട് അത് കിട്ടുകയും ചെയ്യും. ആ ഇക്വേഷൻസ് സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? എയും ബിയും സിയും കണ്ടുപിടിക്കാൻ പറ്റുകയും ചെയ്യും. ഓക്കെ, ഒന്നാമത്തെ ഇക്വേഷൻ നമ്മുടെ എന്ന് പറയുന്നത് 5 ആണ്. അപ്പോൾ 5a+ നമ്മുടെ ഓരോന്നും നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് കൊടുക്കുക. അപ്പോൾ 5a + 0 + 10c + 287 കിട്ടും നമ്മുടെ ആദ്യത്തെ ഇക്വേഷൻ. ഓക്കെ, രണ്ടാമത്തെ ഇക്വേഷനിൽ നമുക്ക് എന്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക? 0. അപ്പോൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? നമ്മുടെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ 0 + 10b + 0 + 120. നമുക്ക് ഈ വാല്യൂസ് ഒക്കെ നമ്മൾ ഓൾറെഡി നമ്മുടെ ടേബിളിൽ നമ്മൾ കാണിച്ചിട്ടുണ്ട് കേട്ടോ. ഏതാണ് ആ നേരെ വാല്യൂസ് നമ്മുടെ ആ ഇക്വേഷനനുസരിച്ച് നേരെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ രണ്ടാമത്തെ ഇക്വേഷൻ കിട്ടി 0 + 10b + 0 = 120 കിട്ടി. അടുത്ത് 10a + 0 + 34c = 592 കിട്ടി. ഓക്കെ, ഇനി രണ്ടാമത്തെ ഇക്വേഷനും അതുപോലെ തന്നെ രണ്ടാമത്തെ ഇക്വേഷൻ എടുക്കുക. ഏതാ? 0 + 10b + 0 = 120. അതെടുക്കുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? അതെടുക്കുമ്പോൾ നമുക്ക് 10b = 120 കിട്ടും. അപ്പോൾ ബി എന്താ കിട്ടുക? ബി എന്ന് പറയുമ്പോൾ 10b = 120 പറയുമ്പോൾ b = 120/10 = 12 കിട്ടും. നമുക്ക് ബിയുടെ വാല്യൂ കിട്ടി 12. ഓക്കെ, ഇക്വേഷൻ 1 എന്ത് ചെയ്യാം? നമ്മൾ ഇക്വേഷൻ 1 നമ്മൾ മൾട്ടിപ്ലൈ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പോൾ നമുക്ക് എന്താവും? അപ്പോൾ നമുക്ക് ഇക്വേഷൻ 1 മൾട്ടിപ്ലൈ 2 ചെയ്യുമ്പോൾ നമുക്ക് 10a + 20c = 574 കിട്ടും അല്ലേ? എന്നിട്ട് സബ്സ്ട്രാക്ട് ചെയ്ത് ഇക്വേഷൻ 3. നമ്മുടെ ഇക്വേഷൻ 3 നമ്മൾ എന്ത് ചെയ്യാം? ഇക്വേഷൻ 1 നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് കുറയ്ക്കുക. ഇക്വേഷൻ 3 എന്ന് പറഞ്ഞാൽ എന്താ? 10a + 34c = 592 ആണ് നമ്മുടെ മൂന്നാമത്തെ ഇക്വേഷൻ. മൂന്നാമത്തെ ഇക്വേഷന് നമ്മുടെ ഒന്നാമത്തെ ഇക്വേഷൻ × 2 ചെയ്ത് നമ്മൾ കുറയ്ക്കുക. അപ്പോൾ എന്ത് കിട്ടും? നമ്മുടെ 10 മൈനസ് ചെയ്ത് പോവും. അതുപോലെ ബാക്കിയുള്ള എന്താ? 34c ഉണ്ട്. അതുപോലെ തന്നെ 20c ഉണ്ട്. 34 - 20 പറയുന്നത് 14 ആണ്. 14c = 592 - 574 എന്ന് പറയുമ്പോൾ എത്രയാണ്? 18 വരും. അപ്പോൾ 40c = 18 കിട്ടി. അപ്പോൾ c എത്ര വരിക? 18/14 = 1.29. അപ്പോൾ നമുക്ക് സിയും കിട്ടി 1.29. ബി നമ്മൾ ഓൾറെഡി കണ്ടുപിടിച്ചിട്ടുണ്ട്. എത്രയാണ്? 12. ഓക്കെ, നമുക്കപ്പോൾ ഈ എയും ബി എന്ന് പറയുന്നത് എന്ത് ചെയ്യാൻ നേരെ? നമ്മുടെ ഇക്വേഷൻ എന്ന് പറഞ്ഞ ഒന്നാമത്തെ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മൾ എയും ബി നമുക്ക് കിട്ടി ബിയും സി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? 5a = 287 - 10c കിട്ടും. അപ്പോൾ 287 - c എന്ന് പറയുന്നത് 12.9 ആണ്. അപ്പോൾ 12.9 അപ്പോൾ നമുക്ക് 287 - 12.9 274.1 കിട്ടും. നമുക്ക് എ കണ്ടുപിടിക്കാൻ എന്താ ചെയ്യുക? 274.1 / 5 ചെയ്യുക. അപ്പോൾ നമുക്ക് എന്ത് കിട്ടാം? എ കിട്ടും. അപ്പോൾ എയുടെ വാല്യൂ നമുക്ക് കിട്ടി 54.82. ഓക്കെ, നമുക്ക് എയും കിട്ടി, ബിയും കിട്ടി, സിയും കിട്ടി. നമ്മൾ ഈ എയും ബി സിയും നമ്മൾ എന്ത് ചെയ്യുക? നമ്മൾ നേരെ ഇക്വേഷനിലേക്ക് ട്രെൻഡ് ഇക്വേഷനിലേക്ക് നേരെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക. അപ്പോൾ എ ഇക്വേഷൻ എന്ത് വന്നു? 54.82 + 12x +
1.29x². നമ്മുടെ ട്രെൻഡ് ഇക്വേഷൻ നമുക്ക് കിട്ടി. ഈ ട്രെൻഡ് ഇക്വേഷൻ എന്ത് ചെയ്യുക, നമുക്ക് ട്രെൻഡ് വാല്യൂ കണ്ടുപിടിക്കണമെങ്കിൽ ഓരോ ഇയറിലെയും എക്സിൻ്റെ വാല്യൂസ് നമ്മുടെ ഈ ട്രെൻഡ് ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് കൊടുക്കാം. ഓക്കെ, അങ്ങനെ നമുക്ക് അതിൻ്റെ ട്രെൻഡ് വാല്യൂ നമുക്ക് കിട്ടും. മനസ്സിലായില്ലേ? നമ്മൾ നേരത്തെ കണക്ട് ചെയ്ത പോലെ തന്നെ എക്സിൻ്റെ വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് കൊടുക്കാം. നിങ്ങളുടെ വാല്യൂസ് കറസ്പോണ്ടിങ് 2001 എന്ന് പറഞ്ഞിട്ടുണ്ട്. 2001 അപ്പോൾ എന്തായിരിക്കും എക്സിൻ്റെ വാല്യൂ? ഇങ്ങനെ ആ ട്രെൻഡ് വെച്ച് നോക്കുക വെച്ചാൽ 3 ആയിരിക്കും എക്സിൻ്റെ വാല്യൂ അല്ലേ? അപ്പോൾ ആ 3 എന്നുള്ള വാല്യൂ നമ്മുടെ എക്സിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് കൊടുത്തിട്ട് കൊടുക്കുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? 2001 നമ്മുടെ ട്രെൻഡ് വാല്യൂ നമുക്ക് കിട്ടും. എന്താ അത്? 102.43. ഓക്കെ, ഞങ്ങളിപ്പോൾ നമ്മൾ ലീസ്റ്റ് സ്ക്വയറിൻ്റെ കേസിൽ ലീനിയർ പറഞ്ഞു, ക്വാഡ്രാറ്റിക് പറഞ്ഞു. ഇനി എന്നുള്ളത് എന്താ? എക്സ്പൊണൻഷ്യൽ ട്രെൻഡ്. അത് ആ മെത്തേഡ് കൂടി ഉണ്ട്. ആ മെത്തേഡ് തന്നെ വരിക. ആ മെത്തേഡിൽ നമ്മുടെ ട്രെൻഡ് ഇക്വേഷൻ പറയുന്നത് എത്ര വരിക? y=ab/x. y=ab/x. അത് നമുക്ക് എന്ത് ചെയ്യാം? ab/x പറയുമ്പോൾ എന്ത് ചെയ്യാം? നമുക്കതിനെ ലോഗിലേക്ക് മാറ്റണം, ലോഗരിതത്തിലേക്ക് മാറ്റണം. അപ്പോൾ log y log a + x log b എന്ന് വരും. ഓക്കെ, അപ്പോൾ നമ്മുടെ y=ab/x നമ്മൾ എന്ത് ചെയ്യും? ലോഗിലേക്ക് മാറ്റുമ്പോൾ log y log a + x log b എന്ന് വരും. ഇനി നമ്മൾ അതിനെ y=a+bx എഴുതാണ്. y=a+bx എഴുതി നമുക്ക് അപ്പം എന്താ വരിക? y എന്ന് പറയുന്നത് എന്താ? അവിടെ log y ആണ്. y എന്ന് പറയുന്നത് log y ആണ്. ക്യാപിറ്റൽ എന്ന് പറയുന്നത് എന്താ? ക്യാപിറ്റൽ എന്ന് പറയുന്നത് log a ആണ്. അതുപോലെ b എന്ന് പറയുന്നത് എന്താ? ക്യാപിറ്റൽ b എന്ന് പറയുന്നത് log b ആണ്. ഓക്കെ, നമ്മൾ ഓരോ ലോഗിൻ്റെ ഓരോ ഇതിന് നമ്മൾ ക്യാപിറ്റൽ എയും ക്യാപിറ്റൽ ബിയും y എന്നുള്ള വേരിയബിൾസ് കൊടുത്തെന്ന് മാത്രം. അപ്പോൾ നമ്മുടെ നോർമൽ ഇക്വേഷൻ പറയുന്നത് എന്താ? y=a+bx. ഈ ഇക്വേഷൻ വെച്ചിട്ട് നമുക്ക് വൈയും എയും ബിയും കണ്ടുപിടിക്കാൻ എന്ത് വേണം? നമ്മുടെ രണ്ട് നോർമൽ ഇക്വേഷൻസ് വേണം. അതാണ് na+b σx =σy. അതുപോലെ a σx + b σx² σxy. എന്നിട്ട് നമ്മൾ ഈ ഇക്വേഷൻ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? എയും ക്യാപിറ്റൽ എയും ക്യാപിറ്റൽ ബിയും നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. ഓക്കെ, എന്നിട്ട് ആൻഡ് സോൾവിങ് വി ഗെറ്റ്, നമുക്ക് ഈ രണ്ട് നോർമൽ ഇക്വേഷൻ സോൾവ് ചെയ്യാൻ നമുക്ക് എന്ത് കിട്ടും? എയും ബിയും കിട്ടും. എന്നിട്ട് നമുക്ക് ഈ സ്മോൾ എയുടെ വാല്യൂ കണ്ടുപിടിക്കണ്ടേ? സ്മോൾ എയുടെയും ബിയുടെയും വാല്യൂ കണ്ടുപിടിച്ചാൽ മാത്രമേ നമുക്ക് എന്ത് കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ? നമ്മുടെ ട്രെൻഡ് ഇക്വേഷൻ കൊടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഈ സ്മോൾ എയുടെ വാല്യൂ എന്താ? സ്മോൾ എ വാല്യൂ എന്ന് പറയുന്നത് a = log a. നമ്മുടെ ക്യാപിറ്റൽ എയുടെ ആൻറ്റിലോഗ് ആണ് സ്മോൾ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ ക്യാപിറ്റൽ ബിയുടെ ആൻറ്റിലോഗ് ആണ് സ്മോൾ ബി എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് രണ്ട് സ്മോൾ എ സ്മോൾ ബി കണ്ടുപിടിച്ചാൽ നമുക്ക് എന്ത് കിട്ടാൻ പറ്റും? നമ്മുടെ ട്രെൻഡ് ഇക്വേഷൻ ആയിട്ടുള്ള y=ab/x നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. ഓക്കെ, ക്വസ്റ്റ്യൻ നോക്കാം. ഇവിടെ ഫിറ്റ് എക്സ്പോണൻഷ്യൽ ട്രെൻഡ് ടു ദ ഫോളോയിങ് ടൈം സീരീസ് ഡാറ്റ. നമുക്കപ്പോൾ എന്തുണ്ട്? 1990 തൊട്ടിട്ട് 95 വരെയുള്ള ഡാറ്റ വന്നിട്ടുണ്ട്. അതിൽ ഓരോ വാല്യൂസും കൊടുത്തിട്ടുണ്ട്. 2, 3, 4, 6, 9, 30 എന്ന് പറഞ്ഞിട്ട്. നമ്മുടെ എക്സ്പോണൻഷ്യൽ ഡാറ്റ ട്രെൻഡിൻ്റെ ട്രെൻഡ് ഇക്വേഷൻ എന്താ? y=ab/x ആണ്. അതിന് നമ്മൾ ലോഗിലേക്ക് മാറ്റുമ്പോൾ log y log a + log bx എന്ന് വരും. നമ്മളതിനെ നിന്നിട്ട് എന്താ ചെയ്യുക? ക്യാപിറ്റൽ ഫോമിലേക്ക് മാറ്റുക. y=a+bx വരും. അതിൽ y എന്ന് പറയുന്നത് ക്യാപിറ്റൽ y എന്ന് പറയുന്നത് log y ആണ്, ക്യാപിറ്റൽ എന്ന് പറയുന്നത് log a ആണ്, അതുപോലെ ക്യാപിറ്റൽ b എന്ന് പറയുന്നത് log b ആണ്. ഓക്കെ, അത് നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യം തന്നെ കേട്ടോ. നമ്മൾ എന്നിട്ട് നമ്മുടെ ഇക്വേഷനിലേക്ക് മാറ്റി കൊടുക്കുക. അതിൽ എയും ബി കണ്ടുപിടിക്കാൻ എന്ത് വേണം? എയും ബി കണ്ടുപിടിക്കണമെങ്കിൽ നമുക്ക് എന്ത് വേണം? നമ്മുടെ നോർമൽ ഇക്വേഷൻസ് നമ്മൾ സോൾവ് ചെയ്യണം. അപ്പോൾ എന്താ നമ്മുടെ നോർമൽ ഇക്വേഷൻസ്? നോർമൽ ഇക്വേഷൻ എന്ന് പറയുന്നത് na+b σx =σy. അതുപോലെ തന്നെ a σx + b σx² σxy ആണ് നമ്മുടെ നോർമൽ ഇക്വേഷൻസ്. പിന്നെ ഈ നോർമൽ ഇക്വേഷൻസിലേക്ക് വേണ്ട കാര്യങ്ങളൊക്കെ നമ്മളിവിടെ കണ്ടുപിടിക്കണം. അപ്പോൾ ഇയർ കൊടുത്തു, നമ്മുടെ വാല്യൂ കൊടുത്തു, നമുക്ക് എക്സ് കണ്ടുപിടിക്കാം. എക്സ് ഇവിടെ നോക്കുക. നമ്മൾ എക്സ് കൊടുക്കുമ്പോൾ ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഈവൻ നമ്പറാണ്, അതായത് ഇരട്ടസംഖ്യയാണ്. അപ്പോൾ നമുക്ക് നമ്മുടെ മിഡിൽ പോയിൻറ്റ് 0 എടുക്കാൻ പറ്റില്ല. അപ്പോൾ എന്ത് ചെയ്യുക? നമ്മൾ സാധാരണ പോലെ തന്നെ എക്സിൻ്റെ വാല്യൂ എന്ത് കൊടുക്കുക? 1, 2, 3, 4, 5, 6 കൊടുക്കുക. കാരണം എന്താ? നമുക്കിവിടെ നേരത്തെ രണ്ട് മെത്തേഡിൽ പറഞ്ഞ പോലെ നമുക്ക് σx = 0 എന്നുള്ളൊരു അസംപ്ഷൻ ഇവിടെ ഇല്ല. മൂന്നാമത്തെ സെക്ഷനിലില്ല. ഓർത്ത് വെച്ചാൽ നമ്മളത് ആദ്യത്തെ രണ്ട് സെക്ഷനിൽ എന്തുണ്ട്? σx = 0 എന്നുള്ളൊരു കണ്ടീഷൻ ഉണ്ട്. പക്ഷേ ഇവിടെ നമുക്ക് σx = 0 എന്നുള്ള കണ്ടീഷൻ ഇല്ല. അപ്പോൾ നമുക്ക് എന്ത് കൊടുക്കുക? ഇവിടെ എക്സിൻ്റെ വാല്യൂ 1, 2, 3, 4 നമുക്ക് കണ്ടിന്യൂസ് ഫോമിൽ കൊടുക്കാം. അപ്പോൾ എക്സിൻ്റെ വാല്യൂ നമ്മൾ എന്ത് കൊടുത്തു? 1, 2, 3, 4, 5, 6 കൊടുത്തു. ഓക്കെ, നമുക്ക് എന്ത് പിടിക്കില്ല? x² കണ്ടുപിടിക്കുക. x² കണ്ടുപിടിക്കുമ്പോൾ 1² ചെയ്യാൻ 1 കിട്ടും. അങ്ങനെ ഓരോ ഇയറിലെയും x² നമ്മൾ കണ്ടുപിടിക്കാം. അടുത്ത് എന്താണ് നമ്മുടെ വേണ്ടത്? y കണ്ടുപിടിക്കണം. y എന്ന് പറഞ്ഞാൽ log y ആണ്. അപ്പോൾ y കണ്ടുപിടിക്കാൻ എന്ത് ചെയ്യുക? നമ്മുടെ വാല്യൂ y-ൻ്റെ വാല്യൂ ആയിട്ടുള്ള 2, 3, 4, 5, 6, 4, 6, 9, 13 ഒക്കെ ഇല്ലേ, അതിൻ്റെ ലോഗ് കാണുക. അപ്പോൾ 2ൻ്റെ ലോഗ് കാണുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? 0.3010 വരും. അതുപോലെ തന്നെ 3യുടെ കാണുമ്പോൾ 0.477 കിട്ടും. അങ്ങനെ ഓരോ വൈയുടെയും നമ്മൾ ലോഗ് വാല്യൂ കാണാം. എന്നിട്ട് എന്ത് ചെയ്യാം? നമ്മുടെ x × y ചെയ്യാം. അതായത് x × log y ചെയ്യാം. അപ്പോൾ നമ്മുടെ ഒന്നാമത്തെ x ഏതാ? 1 × 0.3010 എന്ന് പറയുമ്പോൾ 0.3010 വരും. അടുത്ത് 2 ×
0.4771 ചെയ്യുമ്പോൾ 0.9542 വരും. അടുത്തത് 3 എക്സിൻ്റെ വാല്യൂ 3 ഇൻറ്റു 0.6021 ചെയ്യുമ്പോൾ 1.8063 വരും. അങ്ങനെ ഓരോ എക്സും ആയിട്ട് നമ്മുടെ വൈ ഇൻറ്റു ചെയ്യാം. നമുക്ക് എന്ത് കിട്ടും? ടോട്ടൽ സിഗ്മ എക്സ് വൈ എന്ന് പറയുന്നത് കിട്ടും 17.6287 വരും. അതുപോലെ ടോട്ടൽ സിഗ്മ വൈ എന്ന് പറയുന്നത് വരും 4.2265 വരും. അതുപോലെ സിഗ്മ എക്സ് സ്ക്വയർ എന്ന് പറയുന്നത് 91 വരും. സിഗ്മ എക്സ് എന്ന് പറയുന്നത് 21 വരും. ഇതൊക്കെ നമ്മുടെ കിട്ടിയ വാല്യൂസൊക്കെ എന്ത് ചെയ്യുക? നമ്മുടെ നോർമൽ ഇക്വേഷനിൽ കൊടുക്കുക. അപ്പോൾ എന്ത് കിട്ടും? ഒന്നാമത്തെ നോർമൽ ഇക്വേഷൻ n എന്ന് പറയുന്നത് 6 ആണ്. അപ്പോൾ 6a പ്ലസ് 21b, 21 എന്ന് പറയുന്നത് സിഗ്മ എക്സ് ആണ് കേട്ടോ. അപ്പോൾ 6a പ്ലസ് 21b ഇസിക്കൽ ടു 4.2265. ഓക്കെ, സിഗ്മ വൈ ആണ് 4.2265. ഞാൻ അടുത്ത ഇക്വേഷൻ എന്താ വരിക? 21a പ്ലസ് 91b ഇസിക്കൽ ടു 17.6287. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? നമ്മുടെ രണ്ട് നോർമൽ ഇക്വേഷൻ നമുക്ക് കിട്ടി ഇല്ലേ? ഇനി രണ്ടും നോർമൽ ഇക്വേഷൻ സോൾവ് ചെയ്ത് നമുക്ക് എന്ത് കിട്ടും? എയും കിട്ടും, ബിയും കിട്ടും, അതുപോലെ വൈയും കിട്ടും. ഓക്കെ, അപ്പോൾ നമുക്ക് രണ്ട് ഇക്വേഷൻ സോൾവ് ചെയ്യണമെങ്കിൽ എന്ത് വേണം? നമ്മുടെ ഏതെങ്കിലും ഒരു വാല്യൂ എയുടെ അല്ലെങ്കിൽ ബിയുടെ വാല്യൂ നമുക്ക് സെയിം ആക്കണം. അതിനെന്ത് വെച്ചാൽ നമ്മൾ ആ രണ്ട് വാല്യൂ സെയിം ആക്കി വേണം നമ്മളെന്ത് ചെയ്ത് ഇവിടെ ആദ്യത്തെ നമ്മുടെ എയുടെ വാല്യൂ സെയിം ആക്കാൻ തീരുമാനിക്കണം. അപ്പോൾ എയുടെ വാല്യൂ സെയിം ആക്കണമെന്ന് ചെയ്യാം. നമ്മൾ രണ്ടാമത്തെ ഇക്വേഷൻ നമ്മൾ എന്ത് ചെയ്യുക? 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. അതുപോലെ തന്നെ ഒന്നാമത്തെ ഇക്വേഷനെ 7 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പോൾ ഒന്നാമത്തെ ഇക്വേഷനെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എന്ത് വരും? 42. രണ്ടാമത്തെ ഇക്വേഷനെ നമ്മൾ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എന്ത് വരും? 42a പ്ലസ് 182b ഇസിക്കൽ ടു 35.272574 കിട്ടി. അതായത് നമ്മുടെ രണ്ടാമത്തെ ഇക്വേഷൻ എന്ത് ചെയ്തു? നമ്മൾ 2 കൊണ്ട് ഗുണിച്ചു. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? 42a പ്ലസ് 182b ഇസിക്കൽ ടു 35.2574 കിട്ടി. ഇനി നമ്മൾ എന്താ ചെയ്യുക? ഒന്നാമത്തെ ഇക്വേഷനെ 7 കൊണ്ട് ഗുണിക്കുക. അപ്പോൾ 6 × 7 42a പ്ലസ് 147b ഇസിക്കൽ ടു 29.5855. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? അപ്പോൾ നമ്മുടെ ഇവിടെ എ എന്ന് പറഞ്ഞതിൻ്റെ വാല്യൂ രണ്ടും സെയിം ആയി. അതുകൊണ്ട് എന്ത് ചെയ്യാം? നമ്മൾ 2 മൈനസ് 1 ചെയ്യാം. രണ്ടാമത്തെ ഇക്വേഷൻ നമ്മൾ ഒന്നാമത്തെ ഇക്വേഷൻ കുറയ്ക്കാം. അപ്പോൾ 42 മൈനസ് 42 0 കിട്ടി. 182 മൈനസ് 147 35 കിട്ടി. 35b ഇസിക്കൽ ടു 35.257 മൈനസ് 29.5855 ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? 5.679 കിട്ടും. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? 35b ഇസിക്കൽ ടു 5.67 കിട്ടി. ഇനി ബി കണ്ടുപിടിക്കുക എന്ത് ചെയ്യുക? ബി ഇസിക്കൽ ടു 5.6719 ഡിവൈഡ് ബൈ 35 നമ്മൾ ഈക്വലിനെ അപ്പുറത്തേക്ക് കൊണ്ടുപോകുക. അപ്പോൾ എന്താ ഇൻറ്റു എന്നുള്ളത് ബൈ ആവും. ബി ഇസിക്കൽ ടു 5.6719 ഡിവൈഡ് ബൈ 35 എന്ന് കിട്ടും. എന്ത് കിട്ടും? നമുക്ക് ബിയുടെ വാല്യൂ 0.1621 കിട്ടും. അപ്പോൾ ബിയുടെ വാല്യൂ നമുക്ക് കിട്ടി. ഞാൻ എന്ത് ചെയ്യുക? ബിയുടെ വാല്യൂ നമ്മൾ എന്ത് ചെയ്യുക? ഒന്നാമത്തെ ഇക്വേഷനിൽ കൊടുക്കാം. ബിയുടെ വാല്യൂ ഒന്നാമത്തെ ഇക്വേഷൻ കൊടുക്കുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? 6a പ്ലസ് 21 ഇൻറ്റു 0.1621 ചെയ്യുമ്പോൾ നമുക്ക് 7 ഇസിക്കൽ ടു 4.2267 കിട്ടും. നമുക്ക് ഇതിൽ 6 എയുടെ വാല്യൂ കണ്ടുപിടിക്കേണ്ടത്. അത് നമ്മൾ 6 അവിടെ മാത്രം നിർത്തിയിട്ട് എന്ത് ചെയ്യാം? ബാക്കിയുള്ള വാല്യൂനെ അപ്പുറത്തേക്ക് കൊണ്ടുപോകാം. അപ്പോൾ 6a ഇസിക്കൽ ടു 4.2267 മൈനസ് 3.4041 കിട്ടും. ഓക്കെ, ഇത് നമുക്ക് എന്ത് ചെയ്യേണ്ടതില്ലേ? 6a കണ്ടുപിടിക്കണം. എ കണ്ടുപിടിക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുക? എനാണ് നിർത്തിയിട്ട് നമ്മുടെ വാല്യൂ ആയിട്ടുള്ള 6 നമ്മൾ എന്ത് ചെയ്യുക? ഈക്വലിറ്റിന് അപ്പുറത്തേക്ക് കൊണ്ടുപോകാം. അപ്പം ബൈ ആവും. നമ്മുടെ 4.2265 മൈനസ് 3.4041 ചെയ്യുമ്പോൾ നമുക്ക് ആൻസർ കിട്ടില്ലേ? ആൻസർ നമ്മൾ എന്ത് ചെയ്യുക? 6 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. അപ്പോൾ നമുക്ക് എയുടെ വാല്യൂ നേരത്തെ പറഞ്ഞ നമ്മൾ 0.8224 നമ്മൾ 6a ഇസിക്കൽ ടു 0.8224 ആണ് അല്ലേ? അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക? എയുടെ വാല്യൂ കണ്ടുപിടിക്കണമെങ്കിൽ നമ്മൾ 6 നമ്മൾ ഈക്വലിൻ്റെ അപ്പുറത്തേക്ക് കൊണ്ടുവരാം. അപ്പോൾ 0.8224 ഡിവൈഡ് ബൈ 6 നമുക്ക് എന്ത് കിട്ടും? എയുടെ വാല്യൂ 0.137 കിട്ടും. അപ്പോൾ എയുടെ വാല്യൂ എന്ന് പറയുന്നത് 0.137 ആണ്, 0.1371 ആണ്. അതുപോലെ തന്നെ ബിയുടെ വാല്യൂ എന്ന് പറയുന്നത് 0.1621 ആണ്. അപ്പോൾ ക്യാപിറ്റൽ എയുടെ വാല്യൂ നമുക്ക് കിട്ടി, ക്യാപിറ്റൽ ബിയുടെ വാല്യൂ കിട്ടി. നമുക്ക് എന്താ വേണ്ടത്? സ്മോൾ എയും സ്മോൾ ബി അല്ല വേണ്ടത്. നമ്മൾ നേരത്തെ നമ്മുടെ ഇക്വേഷനിൽ പറഞ്ഞിരുന്നു സ്മോൾ എ എന്ന് പറഞ്ഞാൽ എന്താണ്? ആൻറ്റി ലോഗ് ഓഫ് ക്യാപിറ്റൽ എ. അതുപോലെ സ്മോൾ ബി എന്ന് പറഞ്ഞാൽ എന്താണ്? ആൻറ്റി ലോഗ് ഓഫ് ക്യാപിറ്റൽ ബി. അപ്പോൾ നമ്മൾ എന്താ ചെയ്യുക? എയുടെ ആൻറ്റി ലോഗ് കാണാം. ക്യാപിറ്റൽ എയുടെ ആൻറ്റി ലോഗ് എന്ന് പറയുന്നത് 1.371 ആണ്. ഓക്കെ, എന്ന് വെച്ച് കഴിഞ്ഞാൽ ആൻറ്റി ലോഗ് ഓഫ് 0.137 ഈക്വൽ ടു 1.371. അതാണ് നമ്മുടെ ക്യാപിറ്റൽ എയുടെ ആൻറ്റി ലോഗ്. എന്ന് വെച്ചാൽ നമ്മുടെ സ്മോൾ എ ഈക്വൽ ടു 1.371. ഇനി ബിയുടെ ക്യാപിറ്റൽ ലോഗ് ആൻറ്റി ലോഗ് ക്യാപിറ്റൽ ബി എന്ന് പറയുന്നത് എന്താണ്? ആൻറ്റി ലോഗ് 0.161 ഈക്വൽ ടു 1.452. ഇതാണ് നമ്മുടെ സ്മോൾ ബി. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? നമ്മുടെ സ്മോൾ എയും കിട്ടി, സ്മോൾ ബിയും കിട്ടി. നമുക്ക് ഇനി നമ്മുടെ ട്രെൻഡ് ഇക്വേഷനിലേക്ക് കൊടുക്കാം. ട്രെൻഡ് ഇക്വേഷൻ എന്താ? എ ബി സ്മോൾ എ, അതായത് സ്മോൾ എ ഇൻറ്റു സ്മോൾ ബി ഫോർ എക്സ്, അതായത് എ ബി ഫോർ എക്സ് ആണ് നമ്മുടെ ട്രെൻഡ് ഇക്വേഷൻ. അപ്പോൾ എ ബി ഫോർ എക്സ് ഈക്വൽ ടു 1.371 ഇൻറ്റു 1.452 പവർ എക്സ്.
ഇതിലേക്ക് നമ്മൾ എന്ത് കൊടുക്കുക, നമ്മുടെ ട്രെൻഡ് വാല്യൂസ് കിട്ടണമെങ്കിൽ ട്രെൻഡ് വാല്യൂസ് കിട്ടണമെന്ന് എന്ത് ചെയ്യണം, നമ്മൾ ഓരോ വർഷത്തെയും എക്സിൻ്റെ വാല്യൂ നമ്മൾ ഈ ട്രെൻഡ് ഇക്വേഷനിലേക്ക് കൊടുക്കണം. അപ്പോൾ ഈ ഓരോ വർഷത്തെയും ട്രെൻഡ് എക്സിൻ്റെ വാല്യൂസ് നമ്മൾ ഈ ട്രെൻഡ് ഇക്വേഷനിലേക്ക് കൊടുക്കുമ്പോൾ നമുക്ക് ഇത് കിട്ടും, ഓരോ ഇയറിലെയും ട്രെൻഡ് വാല്യൂ കിട്ടും. ഓക്കെ, എന്നാൽ ട്രെൻഡ് വാല്യൂ വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യണമെങ്കിൽ നമ്മൾ ആ ട്രെൻഡ് വാല്യൂ അനുസരിച്ചാണ് നമ്മൾ ഗ്രാഫ് വരയ്ക്കാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഗ്രാഫ് വരയ്ക്കുക. നിങ്ങൾ ചോദിച്ചിട്ടുണ്ട് ദ വാല്യൂ ഓഫ് എക്സ് കറസ്പോണ്ട് ടു ദ ഇയർ 1998 ഇങ്ങനെ പോകാൻ വെച്ചാൽ 1998 എക്സിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് എക്സിൻ്റെ വാല്യൂ കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മുടെ അടുത്ത്. അപ്പോൾ അങ്ങനെ ഈ എക്സിൻ്റെ വാല്യൂ ഈ ഓർഡറിൽ കൊടുത്തു പോകുമ്പോൾ നമുക്ക് 1998 എക്സിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് 9 ആയിരിക്കും. അപ്പോൾ എന്ത് ചെയ്യുക, എക്സിൻ്റെ വാല്യൂ 9 ആയതുകൊണ്ട് നമ്മുടെ ട്രെൻഡ് ഇക്വേഷനിലേക്ക് അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അപ്പോൾ നമ്മുടെ y = 1.371 × 1.452 പവർ 9 ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും, 39.33 ആണ് നമ്മൾ എന്ത് കിട്ടുക, 1998 നമ്മുടെ ട്രെൻഡ് വാല്യൂ എന്ന് പറയുന്നത് 39.33 ആയിരിക്കും. ഓക്കെ.